ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം 2-1 എന്ന ഗോൾ സ്കോറിനാണ് റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയത്. റയൽ മാഡ്രിഡ് ബ്രഹീം ദിയാസ്, റോഡ്രിഗോ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി അർജന്റീനൻ താരം ഹൂലിയൻ ആൽവരസ് ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണാബിൽ വെച്ചിട്ടാണ് മത്സരം ആരംഭിച്ചത്. ഈ ഒരു മത്സരം നമ്മൾ വിൻ ചെയ്തു എന്നുള്ള ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, റീസെൻ്റ്ലി അത്ലറ്റിക്കോയുടെ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസും വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ റീസെൻ്റ്ലി കളിച്ചൊരു 3-4 മാച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു മത്സരമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടാക്ടിക്സ് ആണ് സിമിയോണി ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. 4-4-2 എന്ന സെയിം ഫോർമേഷൻ തന്നെയായിരുന്നു. 2 സ്ട്രൈക്കർ വെച്ചിട്ടും 4 മിഡ് 4 സെൻറ്റർ ബാക്ക് ഡിഫൻസ് വെച്ചിട്ട് തന്നെയാണ് ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു അവർക്ക് നല്ല ബോധമുണ്ട് സാന്റിയാഗോ ബെർണാബിൽ വെച്ച് വിൻ ചെയ്യാം എന്നുള്ളത് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല, വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് നല്ല ബോധമുണ്ട്. അത് പോരാതെ തന്നെ സെക്കൻഡ് ലെഗ് അത്ലറ്റിക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു മത്സരത്തിൽ ഒന്നുകിൽ സമനില പിടിക്കുക അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗോൾ ഡിസ്റ്റൻസിൽ തോൽവി വഴങ്ങാതിരിക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് തന്നെയാണ്, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി തന്നെയാണ് അത്ലറ്റിക്കോയുടെ ആ ഒരു സ്ക്വാഡിൽ നിന്നും സിമിയോണിയുടെ ഈ ഒരു ഗെയിം പ്ലേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ റയലിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ നല്ല രീതിയിലുള്ള ഒരു ലോക്കിങ് തന്നെയായിരുന്നു. ഒരു തരത്തിലും യാതൊരുവിധ ഇമ്പാക്റ്റും ഈ 2 താരങ്ങൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മിഡ്ഫീൽഡിൽ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഏരിയയിൽ കളിക്കുന്ന ബെല്ലിങ്ങാം, ജൂഡില്ലാത്ത എല്ലാ പ്രശ്നവും മിഡ്ഫീൽഡിൽ നല്ലപോലെ കാണാൻ വേണ്ടി സാധിച്ചു. എടുത്ത് പറയേണ്ടത്, അതും ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിട്ട് പുറത്തിരുന്ന ഒരു പ്ലെയറാണ്. വലിയ രീതിയിൽ ഫിറ്റല്ല ഫെഡെ വാൽവേർഡെ. ഫിറ്റല്ലാത്തൊരു പ്ലെയറിനെ കൊണ്ട് എത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം, ഇനിയിപ്പോൾ എന്ത് ഇഞ്ചുറി ആയാലും എന്ത് തേങ്ങയായാലും അത് എന്നെക്കൊണ്ട് മാക്സിമം എന്തൊക്കെ ഈ ഒരു ടീമിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ ഈ ഒരു മത്സരത്തിൽ, അതാണ് ഫെഡയുടെ പെർഫോമൻസിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അതും പ്രോപ്പർ പൊസിഷൻ പോലും അല്ല, റൈറ്റ് വിങ് ബാക്കായിട്ടാണ് ഫെഡെ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 80-85 മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലൂക്കാസ് വാസ്കസ് വരുന്നത്. അതുവരെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി എനിക്ക് തോന്നുന്നു ബെറ്ററായിട്ട് കളിച്ചത് റുഡിഗർ ആയാലും അതുപോലെ അസെൻസിയോ സിറ്റിക്കെതിരെ കളിച്ച ഒരു പെർഫോമൻസ് ഒന്നും ഈ ഒരു മാച്ചിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. റുഡിഗർ ആയാലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് കൊടുത്ത് സംസാരിക്കേണ്ട പെർഫോമൻസ് ആയിരുന്നില്ല. മെൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫാർ ബെറ്റർ ആയിരുന്നു. മെൻഡിയിൽ നിന്നും വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് മെൻഡി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് പെട്ടെന്ന് വലിയ സംഭവമായിട്ട് തോന്നും. ഈ ഒരു മാച്ചിൽ വരുന്ന സമയത്ത് ഡിഫെൻസീവ്ലി കുറച്ചൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അറ്റാക്കിങ്ങിലും ഓൺ ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എടുത്ത് പറയത്തക്ക വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് കൊടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്തും കമവിങ്കിയും വലിയ രീതിയിലുള്ള ആ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല. അതുപോലെ ബ്രഹീം ദിയാസിന് എടുത്ത് പറയേണ്ടത് ഫെഡയുടെ ഒരു വേറെ വേർഷനായിരുന്നു അതും ഫെഡയും പ്രോപ്പർ പൊസിഷനല്ല, ബ്രഹീം ദിയാസും പ്രോപ്പർ പൊസിഷൻ ആയിരുന്നില്ല. മാക്സിമം ഡിഫെൻസീവിലും ഒഫൻസീവിലും 2 ഏരിയയിലും മാക്സിമം പൊട്ടൻഷ്യലോടെ കളിക്കേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് കാർലോ ഈ ഒരു മത്സരത്തിൽ. ബ്രഹീം ജൂഡും ഈ ഒരു മാച്ചിൽ ജൂഡ് ബെല്ലിങ്ങാമും കളിക്കാത്തത് കൊണ്ട് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് ബ്രഹീം ദിയാസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കിട്ടില്ലം കളയായിരുന്നു ബ്രഹീം ദിയാസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എടുത്ത് പറയേണ്ടത് റോഡ്രിഗോ ആദ്യം സ്കോർ ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ വലിയൊരു എന്താ പറയുക, സിറ്റിക്കെതിരെ കളിച്ച ഒരു അറ്റാക്കിങ്ങിൽ എനിക്കൊന്ന് മാക്സിമം ഫെഡേനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഫെഡെ ഫിറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു ഗോൾ ആദ്യം റോഡ്രിഗോ അടിക്കുന്നു, അതിനുശേഷം ഹൂലിയൻ ആൽവരസിൻ്റെ ഒരു ഗോൾ ശരിക്കും നെട്ടിച്ച് കളഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഒരു ഗേം ഷൂട്ട്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കേവിങ് ഷൂട്ട് ഒരിക്കലും അത് ഫിനിഷ് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
മാസീവ് ഫിനിഷിംഗ് ആയിരുന്നു. ആൽവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഓൾറെഡി എല്ലാവരും എംബാപ്പെ ഹാലൻഡ് എന്നുള്ള ഒരു കമ്പാരിസണിലാണ് നിൽക്കുന്നത്. മെസ്സി റൊണാൾഡോ പോയതിനു ശേഷം ഇപ്പം നിലവിൽ എംബാപ്പെ ഹാലൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഹൂലിയൻ ആൽവേഴ്സും കൂടി ഒരു സീസൺ അല്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ തൊട്ട് ഈ ഒരു സെയിം ഫോം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ് ബാലൻ ഡോർ എന്നുള്ള ഒരു പുരസ്കാരം 100%. അതും സിമിയോണിയുടെ ടാക്ടിക്സ് എന്ന് പറയുന്ന തലവേദന. ഒരു സ്ട്രൈക്ക് സെൻറ്റർ ഫോർവേഡ് കളിക്കുന്ന പ്ലെയറാണ് അത്, ഗ്രീസ്മാൻ ആയാലും അതുപോലെ ആൽവരസ് ആയാലും. പക്ഷേ ഡിഫെൻസീവില് വന്നിട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും എംബാപ്പേനെ കൊണ്ടോ ഹാലൻഡിനെ കൊണ്ടോ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വളരെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു മാച്ച് മൊത്തത്തിൽ ലൈവ് കണ്ട ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. അത് അത്രയും പ്രഷറായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഫെഡയുടെ കാര്യം പറഞ്ഞു. ഫെഡയ്ക്ക് ഗോൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും വലിയ വിഷയമില്ല. ഡിഫെൻസീവും മിഡ് ഏരിയയും കവർ ചെയ്ത് ടാക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ആൽവരസിനെ സംബന്ധിച്ചിടത്തോളം അതുമല്ല. അത് മാത്രമല്ല, ഗോൾ സ്കോറും ചെയ്യണം, ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ഡിഫെൻസീവിന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് സമ്മതിച്ചിരിക്കുന്നു. അത് ഈ ആൽവരസിനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. പക്ക സിമിയോണിയുടെ ഒരു മെറ്റീരിയലായിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. അതുപോലെ പിന്നെ എടുത്ത് പറയേണ്ടത് ലോറൻറ്റയുടെ ഒരു പെർഫോമൻസ് ആണ്. ഡിഫെൻസീവ്ലി വെൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ലോറൻറ്റയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആൽവരസിൻ്റെ വേറൊരു വേർഷനാണ്. എല്ലാ പൊസിഷനിലും കളിക്കുന്ന ഒരു പ്ലെയറാണ് മാർക്കോസ് ലോറൻറ്റെ. ഗൈസ്, നെക്സ്റ്റ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മത്സരം വിൻ ചെയ്തു, ഹാപ്പിയാണ്. പക്ഷേ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഇല്ല എന്ന് തന്നെയാണ്. കാരണം അടുത്ത ലെഗ് വരുന്നത് അത്ലറ്റിക്കോൻ്റെ ഹോമിലാണ്. അവിടെ നിന്ന് എന്തും സംഭവിക്കാം. ഈ ഒരു മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിറ്റി ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം സിറ്റിയുടെ ഒരു പെർഫോമൻസ് വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല സിറ്റിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇത് നമ്മൾ 2 ഗോൾ സ്കോർ ചെയ്തു. രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്ത ഡിഫെൻസീവിൽ വന്ന ഒരു മിസ്റ്റേക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ജിയോവാനി സിമിയോണിക്ക് അത് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ശരിക്കും പെനാൾട്ടി ആവും എന്ന് പേടിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു ടാക്ലിങ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 13 ഷൂട്ടാണ് റയൽ മാഡ്രിഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 6 ഷൂട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൺ ടാർഗറ്റ് 7. അത്ലറ്റിക്കോ മാഡ്രിഡ് 2 ഓൺ ടാർഗറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം ഒരു ഗോൾ സ്കോർ ചെയ്തു, അതിനുശേഷം മാക്സിമം ഡിഫെൻഡ് ചെയ്ത് പിടിച്ചു വെക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് തന്നെയാണ്. വെറും 2 ഓൺ ടാർഗറ്റാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 52% റയൽ മാഡ്രിഡും 48% അത്ലറ്റിക്കോ മാഡ്രിഡും. ഈക്വലി വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മത്സരത്തിൽ വലിയ രീതിയിലുള്ള നമ്മൾ വിൻ ചെയ്തു എന്നുള്ള ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾ സന്തോഷിക്കാൻ പറ്റിയ ഒന്നും തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. പാസസ് നോക്കുകയാണെങ്കിൽ 642 പാസസാണ് റയൽ മാഡ്രിഡ്, അത് 603 പാസ്സാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ആക്യുറസി നോക്കുകയാണെങ്കിൽ 92% റയൽ മാഡ്രിഡ്, 89% ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഫൗള് 10-13. അതുപോലെ ഇനി ഡിഫെൻസീവിൽ നോക്കുകയാണെങ്കിൽ ടാക്ലിംഗ് വിൻ ചെയ്തത് 6 ടാക്കിളാണ് റയൽ മാഡ്രിഡ് വിൻ ചെയ്തിരുന്നത്. 15 ടാക്ലിംഗ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സേവിങ്സ് എടുത്തു പറയാൻ മറന്നുപോയി ഗൈസ്. ഒബ്ലാക്കിൻ്റെ ഒരു സേവിങ്സ്, ഒബ്ലാക്ക് ഇല്ല എങ്കിൽ ഈ ഒരു മത്സരം നമ്മൾ ചിലപ്പോൾ 4-5 സ്കോർ ചെയ്യാൻ പറ്റിയ സ്കോർ ചെയ്യുമായിരുന്നു. കാരണം അത്രയും ക്രൂഷ്യലായിട്ടുള്ള സേവിങ്സും കാര്യങ്ങളും എല്ലാ മത്സരത്തിലും. ഏതൊക്കെ മത്സരത്തിൽ ഒബ്ലാക്ക് പ്ലേ ചെയ്തിട്ടുണ്ടോ ആ മത്സരങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഒബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. ബാഴ്സലോണയായിട്ട് കളിക്കുന്ന സമയത്ത് ഒബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് 4 ഗോള് അത്ലറ്റിക്കോ മാഡ്രിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്ലിയറൻസ് ആണെങ്കിൽ 13 ക്ലിയറൻസ് ആണ് റയൽ മാഡ്രിഡ്. അത്ലറ്റിക്കോ മാഡ്രിഡ് 15 ക്ലിയറൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്സും 4-1 ആണ്. വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. അപ്പോൾ
നെക്സ്റ്റ് ലെഗിൽ എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഈ ഒരു മത്സരം ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.